ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ മാത്രമേ സ്വാഗതം പറയാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു, ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി സന്തോഷമുള്ള കുറേ ദിവസങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം. ഇതുവരെ ഉണ്ടായ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു പണികളായിരുന്നു. ഇപ്പം അമ്മ രാവിലെ പോകും, ശ്രുതിയില്ലാത്തതുകൊണ്ട് അവിടെ തുണിയൊക്കെ ഞാൻ അലക്കിയിട്ട് പറച്ചിലേക്കുമ്പോൾ ഞാൻ അലക്കിയതല്ല, മിഷ്യത്തിൽ നിന്ന് വിരിച്ചെടുത്തിട്ട് പിന്നെ മുറ്റമടിച്ച് അല്ലറ കൊച്ചു പണികളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ നേരത്തെ പോകും. നേരത്തെ ഉച്ചക്കുള്ള പോലും ഇപ്പോൾ ഇവിടെ ഉച്ചവരെ നേരത്തെ പ്രത്യേകിച്ച് ആയാലും ശ്രുതിയുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പോയിണമെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നതിന് മുന്നേ അവിടെ നിന്ന് കയറിയിട്ട് വേണം പോകാൻ. കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊളാബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കണം, അവിടെ പോയിട്ട് എടുത്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആർക്കും വന്നില്ലെന്ന് മനസ്സിലായി. ആർക്കും വെച്ചാൽ ആർക്കും വന്നില്ല. നമുക്ക് ഒരു അനക്കില്ല, ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇടണമെന്നാണ്. വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ എന്തോ എവിടെയൊക്കെ എന്തോ ഒരു അകരാറുള്ളതല്ലേ. എന്താണ് സംഭവം ഒന്നും പിടുത്തൂല. ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആളടുത്ത ദിവസം വരും. അടുത്ത ദിവസം എന്ന് വെച്ചാൽ ചിലപ്പോൾ വരും. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളേക്ക് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും പുറകെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഇത്രയൊക്കെ ആകുമ്പോളൂ. അപ്പോൾ നേരെ നമുക്ക് പോയിക്കളയാം. സുസിൻ്റെ അടുത്ത് പോവാം, നമുക്ക് ബേബിയുടെ അടുത്ത് പോവാം. ബക്കമോൺ ബേബി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ മച്ചൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അടുത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷ് ഹെഡ് ഉണ്ട്. ഇത് നമുക്ക് മെയിൻ യൂണിറ്റായിട്ട് ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും. പിന്നെ ഇതാ ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ഇതുപോലെ നല്ലൊരു അട്രാക്റ്റീവ് കളറിലാണ് വരുന്നത്. ഇത് ഹാൻഡിൽ ചെയ്യാനും നല്ല ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെറാമിക് കോട്ടഡ് സ്റ്റീം നോസിൽസ് ഉണ്ട്. ഇതിൽ കൂടെയാണ് നമ്മുടെ സ്റ്റീം പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ അഗാരോൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ പാർട്ടിലേക്ക് വരുമ്പോഴേക്കും ഇതുപോലൊരു സ്വിച്ച് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീം പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വരുന്നത് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിലൊന്നുകൂടെ പ്രസ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല പോലെ നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് പുറത്തേക്ക് എടുക്കാനും ലോക്ക് കാണുന്ന ആ ഒരു സിമ്പലിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാനും അകത്തേക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റും. പിന്നെ ഈ കാണുന്ന ഓപ്പണിംഗ് വഴി നമുക്ക് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ബീക്കർ തരുന്നുണ്ട്. അതുപയോഗിച്ച് ഇതിലേക്ക് ഇതേപോലെ വെള്ളം നിറച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഇതിൻ്റെ അകത്ത് ലെവലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ലെവലും മിനിമം ലെവലും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ലെവൽ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്ത് ഇതേപോലെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ചായി നിന്നോളും. ഇനി ഇതിൻ്റെ മെയിൻ ഹെഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതും ഭയങ്കര ഈസി ആയിട്ടാണ്. അതിൻ്റെ അകത്തൊരു ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. അതേപോലെ നമുക്കത് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് വെടിപ്പിച്ച് കൊടുത്താൽ മതി. ആ ലോക്ക് സിസ്റ്റത്തിൽ നല്ലപോലെ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ അത് നമുക്ക് നല്ല ലെങ്ത്ത് വരുന്ന, അത്യാവശ്യം നല്ലപോലെ ലെങ്ത്ത് വരുന്ന ഒരു വയറും വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ലൈറ്റ് അവിടെ ബ്ലിങ്ക് ആവും. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ ലൈറ്റ് സ്റ്റേബിളായി നിന്നോളും. എന്നിട്ട് നമുക്കിതുപോലെ നമുക്ക് എവിടെയാണോ ചുളിവ് മാറേണ്ടത് ഇതേപോലെ നമുക്ക് തൂക്കിയിടാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൽ അത്യാവശ്യം ചുളിവുകളെല്ലാം മാറും. ഒന്ന് കയറി പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് മെറ്റീരിയൽ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പാർട്ടി വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബനിയൻ മെറ്റീരിയലോ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇതേപോലെ വെർട്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്ത് ഇതുപയോഗിച്ചിട്ട് നമ്മുടെ അയൺ ചെയ്ത് നന്നായിട്ട് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ചെക്കനെ വിട്ട് ഇന്ന് കാർ കൊണ്ടുവന്ന് ഇന്ന് ഇതിനെ കൊണ്ടുപോകും. രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ എന്തെടുക്കുകയെന്ന് അറിഞ്ഞൂടാ. ഞാൻ നേരെ പോകണുള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ ഒരു അടുത്തുണ്ടാവും. അവിടെ എന്തെങ്കിലും ചെയ്യണം. സ്ഥിരം അന്നത്തെ പോലെ തന്നെ കണ്ണം വന്ന് കണ്ണം വന്ന് അന്നത്തെ അതേ ഇരിപ്പ്. ചേച്ചി കുറെ ദിവസമായി ഒരു സാരി നോക്കാൻ പറയണത്. ഇതുവരെ ആയിട്ടില്ല. ഇന്ന് ഞാൻ തീരുമാനം നോക്കിയിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇരിക്കണിരുന്നു. കാര്യം ഇന്ന് ഓർഡർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡേറ്റിന് വരൂല. അതെ അതിന്റെ ബാക്കി വിശേഷങ്ങൾ ഇപ്പൊ പറഞ്ഞുതരട്ടാ. അതെ, അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പ്രൊമോഷൻസും കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എടുത്തു കഴിഞ്ഞു. അതെല്ലാം വീഡിയോസിൽ വരും.
പിന്നെ അപ്പോൾ ഞാൻ അപ്പുറത്തേ എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് 2 മെറ്റേണിറ്റി വെയർ വന്നിട്ടുണ്ടായിരുന്നു. ഡെലിവറി ടൈമിൽ ഇടാൻ പറ്റുന്ന സാധനങ്ങളല്ലേ കാണിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഋതുമ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് കേട്ടോ. ഞാനിതിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇട്ടിടും. അപ്പോൾ ഇതൊരു ടോപ്പാണ് ഇത്. പിന്നെ ഇത് 2 ഫീഡിങ് ആണ് കേട്ടോ. ഞാനൊരു പ്രാവശ്യം ഒന്ന് വെറുതെ ഇട്ട് നോക്കിയതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലോണം മടക്കിയൊക്കെയാണ് അവർ കൊണ്ടുവന്നിരുന്നത്. ഇതേക്കണ്ട, ഇത് നല്ല ഡ്രസ്സല്ലേ കളഞ്ഞത്. പ്രഗ്നൻസി ടൈമിൽ ഇടാൻ പറ്റിയ നല്ല ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സാണ് അല്ലേ? നല്ല കോട്ടണിൽ വരണ നല്ല ഡ്രസ്സാണ്. പേജ് ഋതുമ. അപ്പോൾ ഇവർ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്നോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഞാനിപ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മാറില്ല. ഇപ്പം ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അത് വരത്തേണ്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരിക്കാൻ മിണ്ടാണ്ടിരിക്കുന്നത് എന്താ എവിടെ വരെ എത്തും നോക്കിയതാണ്. തീർന്നു. അപ്പൊ എല്ലാരും വീഡിയോസിൽ കമന്റ് ഇടാറുണ്ട് ടൈറ്റ് ഡ്രസ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ടൈറ്റ് ഡ്രസ് എല്ലാം ആയി വന്നതാണ്. എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട് നമ്മളൊന്നും എടുക്കണില്ല. പിന്നെ ഇതെന്നൊക്കെ പറയണത് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ എടുക്കണ ഡ്രസ്സാണ്. അതുകൊണ്ടാണ് കൂടുതലും ഇത് തന്നെ യൂസ് ചെയ്യണത്. നമുക്കിങ്ങനെ മേത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വരാത്ത ഡ്രസ്സ്. അപ്പം ഇതും അതുപോലെ തന്നെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ട് ആ മെറ്റീരിയലൊക്കെ. അപ്പം എന്തായാലും അതൊക്കെ ഇനി മാറി ഇടാം. പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഒഴിവാക്കി, എല്ലാവരും സ്ഥിരം ഇട്ടിരുന്നതൊക്കെ. അപ്പം അങ്ങനെ വളരെ കുറച്ച് ഡ്രസ്സുകളാണ് ഇപ്പം ഇങ്ങനെ മാറി ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സാധനത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മാത്രമേ തന്നെ തോന്നുള്ളൂ. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പം കണ്ണൻ പോകും. ഇപ്പം തന്നെ ഞാൻ പോയിന്. അപ്പോൾ വൈകുന്നേരം ഞാൻ അങ്ങോട്ടേക്ക് പോകും, കടക്കരക്ക് പോകും. 2 ദിവസം നിൽക്കലൊക്കെ വീഡിയോ അതിന് മുന്നേ നിർത്തും. വീഡിയോ അതിന് മുന്നേ നിർത്തും. ഇന്ന് വീഡിയോ വീഴണം, അതുകൊണ്ട് വീഡിയോ അതിന് മുന്നേ നിർത്തും. അതെ, പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കാം. അങ്ങനെ കണ്ണൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ നിന്നില്ല. ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ നേരം പോകും, ഇന്ന് വേഗം തന്നെ പോട്ടെ എന്നും പറഞ്ഞിട്ട് ആളെ വേഗം തന്നെ പോയിട്ടാ. അപ്പം ഇനി ഞാൻ കഴിക്കാൻ പോണ്. അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഫുഡൊക്കെ എടുത്ത് തന്നിട്ട് അമ്മ പോയി. ഇപ്പം തന്നെ വരും, നമ്മുടെ അടുത്ത് ഒരിടത്തോട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അമ്മ വരും. അപ്പോൾ നമ്മൾ കറി കഴിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. നല്ല മാങ്ങയിട്ട് വെച്ച പിലോപ്പി കറി, പിന്നെ അത് ചീര, പിന്നെ ചെറുപയർ രാവിലത്തെ പുട്ടിൻ്റെയാണ്. പക്ഷെ എന്നാലും എന്നോട് പുട്ടിൻ്റെ ആണെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു. ചീരയും ചെറുപയറൊക്കെയാണ് എനിക്ക് കൂടുതൽ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ചെറുപയർ കഴിക്കണില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അതും ഇതൊക്കെ ഇന്നലെ മേടിച്ചിട്ടുണ്ടോ എന്നതാണ്. അതൊക്കെ കഴിക്കാൻ പറ്റണ്ട. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഇത്തിരി റെസ്റ്റ് എടുക്കും. വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാട്ടെ ഇനി. അങ്ങനെ ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചനേരം തന്നെയാണ്. അമ്മയുണ്ട്. അമ്മനിപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് പോവുള്ളൂ, വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും പിന്നെ ഇല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നടക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. എന്നിട്ടൊരു ഇത്തിരി നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. അതല്ലേ, ഭയങ്കര വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി നടക്കൽ പൊതുവേ ഈ സമയത്ത് എന്തായാലും പറ്റൂല. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം വേണം റോട്ടിലേക്കൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വിശേഷങ്ങൾ കാണിച്ചൊരു വീഡിയോ ആണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോകും. കണ്ണൻ വരും കുറച്ച് നേരം കഴിയുമ്പോൾ. കുറച്ച് നേരം എന്ന് വെച്ചാൽ രാത്രി ആയിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ വരും. അപ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.